അമ്മച്ചി 6-7 പെറ്റിട്ടും ഇവക്കല്ലയോ ആ മുഖശ്രീ മുഴുവൻ കിട്ടിയേക്കുന്നത്. അതെ അതെ, അത് നേരെ. ടിപ്പുവിന്റെ തേര് കെട്ടിയ കയറ. പക്ഷേ ടിപ്പുവിന് കുതിരയല്ലായിരുന്നു. അത് ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാ ഞാനിവിടെ സൂക്ഷിച്ചു വെക്കുന്നേ. എന്നാടാ ഈ വർക്കിച്ചാൻ എന്തായാലും ഒരു സംഭവം തന്നെയാണ്. കുഞ്ഞോളറപ്പ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നീ മുഴുവനായിട്ട് പഞ്ചാര ഇങ്ങോട്ട് ഇറക്കല്ലേ, കുറച്ച് അവക്കൂടെ ബാക്കി വെച്ചേരെ. പോയി പാൽപ്പാസം കുടിച്ച രണ്ടെണ്ണോ വരുന്നില്ലയോ? ഇല്ല ആവോ ഇല്ല ആവോ. കണ്ടു തീർത്തോ? ആ മതി ഇത്രയേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞു. പോട്ടെ. പിള്ളേരെ ഫ്രണ്ട് ചുരുമാരി. രാവി, ഞാൻ നിനക്ക് വേറൊരു സൂത്രം കാണിച്ചു തരാം. കണ്ടേ പിന്നെ എന്നെ തല്ലാൻ നിൽക്കരുത്. എന്താ സൂത്രം? ഇതൊക്കെയല്ലേ ഇതെന്നാന്ന് മനസ്സിലായോ? എന്നാ? മേരി തോമസ്. ഞാനിത് കൊണ്ടുപോയിക്കട്ടെ. ഇക്കാലം അത്ര എനിക്കിതിങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കാമെങ്കിലേ ഇത് ഇനി ഇവിടെ ഭദ്രമായിട്ടിരുന്നോളും. എടാ പോയി, എനിക്ക് ഈ ഇടയായിട്ടൊരു തോന്നല്. എന്നതാ? അതങ്ങനെ വെറുതെ ഒരു തോന്നലല്ല, ശരിക്കും അങ്ങ് തോന്നുക ഞാൻ അവളെ അടുത്ത് തന്നെ കാണുമെന്ന്. അതിനവിടെ പോയില്ലടാ. അവിടെ തന്നെ ഞാൻ പോവും, അവളെ കാണും. ദേവസിയെ, നിന്നോട് ഞാൻ പറയാറില്ല നമ്മൾ ഈ ആദ്യം പോകുന്നത് ഞാനായിരിക്കും. ഇപ്പൊ എന്നായി? നീ ഇവിടെ ഇരി. കുഞ്ഞേ, ഓ ഇച്ചിരി കഴിഞ്ഞു പോവാടാ. ഓ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. പാപ്പു, ആ സിമിത്തേരി ഒന്ന് ക്ലീൻ ചെയ്യാന്ന് കരുതി. നമ്മുടെ മാതൃവേദിയിലെ അമ്മച്ചിമാരാ ഞാൻ അവരോടെ കൂടി. എല്ലാവരും പുണ്യമല്ലയോ. അച്ഛനും എന്തെങ്കിലുമൊക്കെ പണി വേണ്ടയോ? അച്ഛൻ ആവശ്യത്തിനുള്ള പണിയൊക്കെ ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എനിക്കിട്ട് പണിയായിരുന്നാ മതി. ചരിത്ര പ്രാധാന്യമുള്ള പള്ളിയല്ലേ ചോ, ഒരു തീർത്ഥാടന കേന്ദ്രം ആക്കിക്കൂടും. ഓ, അതൊക്കെ കുറെ നോക്കിയതാന്നേ. പക്ഷെ ഇവിടുന്ന് ഒരു വിശുദ്ധരോ വാഴ്ത്തപ്പെട്ടവരോ ഒന്നും ഇല്ലല്ലോ, അതാ പാട്. അച്ഛനൊരു വിശുദ്ധനായി കൂടിയ അപ്പൊ പുറത്തുനിന്ന് നോക്കണ്ടല്ലോ. വാഴ്ത്തപ്പെട്ട ഫാദർ ഇട്ടിപ്പറമ്പന് ഉപകാരസ്മരണ. ഓ, രോമാഞ്ചം വരുന്നു. സംഗതി കേൾക്കാനൊരു രസമൊക്കെ ഉണ്ട് കേട്ടാ. എന്നാച്ചോ എന്നെ താമസിച്ചത് മനുഷ്യൻ പേടിപ്പിച്ചോളന്നില്ല. വാരി എന്റെ കാല് വരുമെന്നോ? ഇതിപ്പോ അവിടെ നിന്ന് കല്ലറന്നായിരിക്കും. അല്ല, പാപ്പന്റെ അപ്പനപ്പന്മാരൊക്കെ ഇവിടെ ആണല്ലോ അല്ലേ? അപ്പനും അമ്മച്ചിയും വരെ ഇവിടെ ഉണ്ട്. അതിപ്പോ കലറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് ഭാഗത്താന്ന് അറിയാനും മേല. ഞങ്ങളൊക്കെ പണ്ടേ കോന്നായിലേക്ക് കുടിയേറിയവരല്ലേ അച്ചോ. അറിയാം, അതിപ്പോ നന്നായില്ലയോ. ഇന്നിപ്പോ എത്രയാ സ്വത്ത്. പക്ഷെ എല്ലാം കോന്നായിക്ക് പോയില്ലേ. പാപ്പൻ ഈ ഇടവയിലായിരുന്നു ഇവിടെ വല്ലതും കടന്നേനെ. അല്ല, ഇപ്പോഴും ആകാം. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഇവിടെയാണല്ലോ ഉള്ളത്. ഓ, ഒരു കാര്യമില്ല അച്ചോ. അതിന് പാപ്പൻ രൂപ കൈകൊണ്ട് തൊട്ടിട്ട് കൊല്ലം 10-20 എല്ലാത്തിനും പെങ്ങന്മാരും കെട്ടിയന്മാരും മക്കളും ഒക്കെ ഇല്ലേ. ഓ, എന്നാലും പാപ്പൻ പറയാതെ അവിടെ ഒരു രൂപ പോലും അരങ്ങൂല്ലല്ലോ. ഞാൻ അവരോട് ആലോചിച്ചിട്ട് പറയാം അച്ചോ. ഓ, ആയിക്കോട്ടെ. ആ അമ്മച്ചിമാരെ, ഇത് എന്നതായി കാണിക്കുന്നേ? ആ ചെടിയെല്ലാം വെട്ടിക്കളഞ്ഞു. വർക്കിയേ, ഞങ്ങൾ ഇറങ്ങുവാടാ.
ഇവൻ ഏതാ അമ്മണി? ഇവൻ ഇളയവനാ. ഇവന്റെ കല്യാണക്കുറിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞു. ഈ തല പള്ളിയിലോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോടാ. നീ ഈ വഴിയൊക്കെ അറിയോടാ കുഞ്ഞേ? ഇപ്പൊ കല്യാണക്കുറി വേണോ അല്ലയോ? ഞാനൊന്ന് ആലോചിക്കാം. നീ അടുത്ത ആഴ്ച വാ കുഞ്ഞേ. കേട്ടോ? അല്ലച്ചോ, അടുത്ത ആഴ്ച മനസമ്മതം പറഞ്ഞിരിക്കുന്നത്. പെണ്ണങ്ങ് ലണ്ടനിലെ നേഴ്സല്ലയോ, 2 ആഴ്ചത്തെ ലീവേ ഉള്ളു. കെട്ടിയാ അപ്പൊ തന്നെ പോണം. ഇവനാണെങ്കിൽ IELTS പഠിക്കണം, എങ്കിലേ അവളോടൊപ്പം പോവാൻ പറ്റൂ. നീ പൊയ്ക്കോടാ. പക്ഷെ ഈ പള്ളി കെട്ട് നടക്കത്തില്ല. അയ്യോ, അതെന്നാ അച്ചോ? നിനക്ക് വിശ്വാസ പ്രമാണം അറിയാവോടാ? ഞങ്ങളുടെ കർത്താവായ അവൻ IELTS പഠിക്കാം, വിശ്വാസ പ്രമാണം ചോദിച്ചാൽ നന്ന. നീ ആദ്യം ദൈവകാര്യങ്ങൾ പഠിക്കും, എന്നിട്ട് നമുക്ക് ആലോചിക്കാം കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന്. അല്ലയോ അമ്മണി? അച്ചോ അത് പിന്നെ എന്നാ അമ്മണി ചെല്ല്, ഈ ചെക്കനെ കൂടെ കൂട്ടിക്കോ. ശരി അച്ചോ. ശരിക്കും കല്ല് തന്നെ. നീ മുഴുവനും പഠിക്കേണ്ടി വരുവേടാ. അച്ചോ നമ്മുടെ ബാപ്പനുണ്ടല്ലോ മുരിക്കൽ പോയിരുന്നു. അവിടുത്തെ സിമിത്തേര് നവീകരിക്കാൻ വന്നേ ഫാദർ എട്ടിപ്പറമ്പനോട് പറഞ്ഞാ കേട്ടത്. ഇതൊക്കെ ആര് പറഞ്ഞതാടു? ഏഷണി തൊമ്മി. അങ്ങേര് പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. പാപ്പൻ അങ്ങനെ ചെയ്യൂ? നമ്മുടെ കോന്നായി പള്ളി ഒന്ന് നവീകരിക്കണമെന്ന് എത്ര കാലായിട്ട് ഞാൻ പറയുന്നതാ. എന്നതായാലും അവരിവിടെ വരുത്തരില്ല അച്ചോ. പാപ്പൻ ഇപ്പോഴും ആ മുരിക്കൽ പള്ളിയോടാണ് മീച്ചം. പാപ്പൻ അങ്ങനൊന്നും ഇല്ലെന്നേ. കുടുംബം വളർത്തി വലുതാക്കാൻ അങ്ങേര് എത്രയാ കഷ്ടപ്പെട്ടത്. അതിനിടയ്ക്ക് ആ പള്ളി. ഇപ്പൊ പാപ്പൻ ഫ്രീ ആയില്ലേ, ഇനി നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല. അത് റൈറ്റ്. ഏതായാലും കോൺവെന്റിൽ ചെല്ലുമ്പോൾ എമിലി സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് അന്വേഷിക്കാൻ പറയണം. സിസ്റ്റർ മോൾ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാനേ അകത്തൊന്ന് പോയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അമ്മച്ചി സുഖാണോ മോക്ക്? സുഖം. പാപ്പൻ എന്ത് ചെയ്യാൻ അമ്മച്ചി? മോളിലുണ്ട്. ലില്ലിയാൻറ്റി, എമിലി കുട്ടി. അപ്പഴേ നിങ്ങളുടെ പണിയൊക്കെ നടക്കട്ടെ. ഞാൻ വേഗം പോയി പാപ്പനെ കണ്ടിച്ചു വരാം. എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി? കഴിക്കാം, പാപ്പനെ കണ്ടട്ടെ. ഇതിനകത്ത് കാണും. ആഹാ, ധാരാ സിസ്റ്റർ മോളോ? നിന്നെ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോടി ഇപ്പോ. പാപ്പനങ്ങ് ഉണങ്ങിക്കൊണ്ടിരിക്കുവാണല്ലോ. പിന്നെ ദേ പാപ്പന് വേണ്ടി കൊണ്ടുവന്നതാ ലെഡിങ്ങിന്റെ പുസ്തകവും പുതിയ ബന്നിങ്ങവും. മോളെ, എന്നാ അറിയാനാണ് ഈ കല്ലായി അച്ഛൻ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ? നീ എന്തെങ്കിലും ന്യൂസ് കിട്ടാനാണല്ലോ വരാറ്. അച്ഛന് വേറെ പണിയൊന്നുമില്ല. ഇതൊക്കെ നേരിട്ട് ചോദിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. വല്ല ധനസഹായമോ മറ്റോ ആണെങ്കിൽ നീ നിന്റെ അമ്മച്ചിമാരോടോ അച്ചായമാരോടോ പോയി ചോദിക്കും. അതല്ല പാപ്പ, കോന്നായി പള്ളിക്ക് ഒന്നും ചെയ്യാതെ മുരിക്കല പള്ളിക്ക് വലിയ തുക സംഭാവന കൊടുക്കാന്ന് പാപ്പൻ പറഞ്ഞു എന്ന് കല്ലായി അച്ഛൻ പറഞ്ഞല്ലോ. കല്ലായി അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിൽ നീ കല്ലായി അച്ഛനോട് പോയി ചോദിക്കും. പള്ളി നാട്ടുകാരുടെ നല്ലേ കുഞ്ഞേ, പാപ്പൻ പണിതല്ലോ. മോളെ, പാപ്പന് ചെയ്യാൻ മടിയൊന്നുമില്ല. പാപ്പൻ വിചാരിച്ച കോന്നായി പള്ളിയെ റോമിലെ ബസിലേക്ക് ആക്കാൻ പറ്റത്തില്ലേ? പാപ്പന് ഒറ്റയ്ക്ക് ചെയ്താ നാട്ടുകാർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാകത്തില്ല. എന്നാ മൂപ്പരുടെ വെപ്പ്. ഇനി പെങ്ങന്മാര് തീരുമാനിച്ച പാപ്പൻ വേണ്ടെന്നും പറയത്തില്ല. അതിന് പെങ്ങന്മാര് തീരുമാനിക്കണമെങ്കിൽ ആദ്യം പാപ്പൻ തീരുമാനിക്കണം. എന്റെ ജോസച്ചായ, എനിക്കിതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യവും ഇല്ല. കല്ലായി അച്ഛന്റെ സ്വഭാവം അറിയാലോ. അച്ഛൻ പറഞ്ഞിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ സുപ്പീരിയർ അമ്മ എന്നെ ഇരുത്തി പൊറുപ്പിക്കത്തില്ല. ഞാൻ പോവാ. ഇപ്പൊ സമയമില്ല. പാപ്പാ, ദേ ഞാൻ പോവാണേ. ആരോഗ്യമൊക്കെ നോയിക്കോണേ. ചായ കുടിച്ചിട്ട് പോ. അയ്യോ സമയമില്ല, ബസ് ഇതൊന്ന് കുടിച്ചിട്ട് പോ. കുടിക്കേ, സമാധാനായിട്ട് കുടിച്ചിട്ട് പോ.
കുറച്ചുകൂടി കുടിക്കേ. എമിലി, ഞാൻ വേണേ കൊണ്ടുവിടാം. വേണ്ട ചായ, ബസ്സിൽ പോയി വരും, ഞാനൊക്കെ പൊക്കോളാം. ബൈ. ശരി മോളെ. കെട്ടി കുടുംബമായിട്ട് ജീവിക്കേണ്ട എന്റെ മോള ഇപ്പൊ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? ഒന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല അതിന്. ദൈവവിളി കിട്ടിയാ പിന്നെ കന്യാസ്ത്രീ ആവാണ്ടിരിക്കാൻ പറ്റുമോ ഏലാമേ? നമ്മൾ അഭിമാനിക്കുമല്ലോടി വേണ്ടത്. പുലിമൂട്ടിന്ന് 2 പേരാ കർത്താവിന്റെ മണവാട്ടിമാർ. അതും കട പ്രാർത്ഥനയാടി ഈ കുടുംബത്തിന്റെ ഐശ്വര്യം. അമ്മച്ചി പറഞ്ഞിട്ടുള്ളതാ ഈ പാപ്പന്റെ ജീവിതവും ഒരു ദൈവവിളിയിലാ പോയതെന്ന്. നമ്മുടെ പെരുമാലിയിലെ മേരിക്കുഞ്ഞെ പാപ്പൻ അവളെ എന്ത് ഇഷ്ടമായിരുന്നോ. അവസാനം ദൈവവിളി കൊതിച്ചിരുന്ന അവളെ ദൈവം അങ്ങ് വിളിച്ചു. പാപ്പന് വിഷമമുണ്ടെന്നറിയാം, എന്നാലും തികട്ടി വരിക. അയ്യോ, അവളുടെ ഒരു ലവ് സ്റ്റോറി. ഏലമ്മച്ചിയുടെ ഓട്ടം കണ്ടോ? പാപ്പനെ എന്നാ പേടിയാന്നേ. എന്നാടാ? എന്നതായിരുന്നു പാപ്പ? ആ മേരിയായിട്ട് പഴയ ഒരു